നൂറ്റാണ്ടുകളോളം ലോകം മുഴുവൻ കോളനികളാക്കി മാറ്റിയ, മറ്റു രാജ്യങ്ങളിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പളവളപ്പുള്ള വൻകരയായി മാറിയ യൂറോപ്പ് ഇന്ന് സ്വന്തം അതിർത്തികൾ കാക്കാൻ പാടുപെടുകയാണ്. അതെ, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടിയുടെയും ഇരട്ടത്താപ്പിന്റെയും കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഫലസ്തീൻ വിഷയം വരുമ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് വാതോരാതെ സംസാരിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ നന്മമരമായി അഭിനയിക്കുകയും ചെയ്യുന്ന സ്പെയിൻ. എന്നാൽ സ്വന്തം ആഫ്രിക്കൻ അതിർത്തിയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ അതേ ആർമിയെ വിട്ട് തോക്കിൻ മുനയിൽ അവരെ തടയുന്നത് എന്തുകൊണ്ടാണ്? സെയൂട്ടയും മെലില്ലയും പോലെയുള്ള ആഫ്രിക്കൻ മണ്ണിലെ അവസാന കോളനി ശേഷിപ്പുകളിൽ ഇന്ന് പുകയുന്നത് വെറുമൊരു അഭയാർത്ഥി പ്രതിസന്ധി മാത്രമല്ല, അതിനു പിന്നിൽ വലിയൊരു നയതന്ത്ര യുദ്ധം തന്നെയുണ്ട്. അന്താരാഷ്ട്ര ചാര സംഘടനകളുടെയും ഇസ്രയേൽ, അമേരിക്ക, മൊറോക്കോ ത്രികോണ ബന്ധങ്ങളുടെയും കഥയുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് യൂറോപ്പിനെ കീഴടക്കിയ ആ പഴയ സുവർണകാലം അൽ അന്തലൂസ് യൂറോപ്പിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ? അന്ന് വാളുകളുമായി വന്നവർ ഇന്ന് അഭയാർത്ഥികൾ എന്ന പേരിൽ ആയുധമില്ലാതെ യൂറോപ്പിനെ കീഴടക്കുകയാണോ? പൂർവികരെ അടിമകളാക്കിയ സായിപ്പിന്റെ യഥാർത്ഥ മുഖംമൂടി അഴിച്ചുവെക്കുന്ന യൂറോപ്പിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന കൃത്യമായ ചരിത്രവും രാഷ്ട്രീയവും വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക്. ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന ഐബീരിയൻ ഉപദ്വീപ് ചരിത്രത്തിൽ അൽ അന്തലൂസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 711 മുതൽ 1492 വരെ, അതായത് ഏകദേശം 780 വർഷത്തോളം ഈ പ്രദേശം ഭരിച്ചിരുന്നത് വിവിധ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അന്ന് ശാസ്ത്രത്തിലും സംസ്കാരത്തിലും ലോകത്തിന്റെ തന്നെ കേന്ദ്രമായിരുന്നു കൊർദോവയും ഗ്രനാഡയും ഒക്കെ. എന്നാൽ പിൽക്കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ സംഘടിച്ച് നടത്തിയ റെക്കോൺക്വിസ്റ്റ അഥവാ പുനരധിനിവേശ പ്രക്രിയയിലൂടെയാണ് മുസ്ലിം ഭരണാധികാരികളിൽ നിന്നും സ്പെയിൻ ഭരണം തിരിച്ചു പിടിക്കപ്പെടുന്നത്. 1492 ഗ്രനാഡയുടെ വീഴ്ചയോടെ അവിടെ മുസ്ലിം ഭരണം പൂർണ്ണമായും അവസാനിച്ചു. പക്ഷെ കാലം നൽകിയ മറുപടി എന്താണെന്ന് നോക്കാം. 2006 ലിബിയൻ ഏകാധിപതിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫി ഒരു പ്രവചനം പോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. യൂറോപ്പിൽ 50 ദശലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. അല്ലാഹു യൂറോപ്പിൽ ഇസ്ലാമിന് വിജയം നൽകുമെന്നതിന് സൂചനകളുമുണ്ട്. വാളുകളോ തോക്കുകളോ സൈനിക അധിനിവേശമോ ഇല്ലാതെ തന്നെ ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ യൂറോപ്പ് ഒരു മുസ്ലിം ഭൂഖണ്ഡമായി മാറും. ഇന്ന് ആ വാക്കുകൾ യൂറോപ്പിനൊരു പേടി സ്വപ്നമായി മാറുകയാണ്. വലതുപക്ഷ രാഷ്ട്രീയം ശക്തമായി തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള ഈ ജനസംഖ്യാ പ്രവാഹം യൂറോപ്പിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഇനി നമുക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട തർക്ക വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ സെയൂട്ട മെലില്ല? ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ വടക്കേ ആഫ്രിക്കയിൽ മൊറോക്കോയുടെ തീരത്തുള്ള 2 ചെറിയ നഗരങ്ങളാണ് സെയൂട്ടയും മെലില്ലയും. എന്നാൽ ഇവ സ്പെയിനിന്റെ നേരിട്ടുള്ള പരമാധികാര പ്രദേശങ്ങളാണ്, അഥവാ ഓട്ടോണോമസ് സിറ്റീസ് എന്ന് പറയും. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു കര അതിർത്തി. മൊറോക്കോ പതിറ്റാണ്ടുകളായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രദേശങ്ങൾ യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ അവസാനത്തെ ശേഷിപ്പുകളാണ് എന്ന്. അത് മൊറോക്കോയുടെ ഭാഗമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മലയാളിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്താണ്? ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഗോവ വിട്ടുതരാതെ പോർച്ചുഗീസുകാർ കൈയടക്കി വെച്ചിരുന്നില്ലേ? അതേ അവസ്ഥ. സ്വന്തം ഭൂഖണ്ഡത്തിലെ മണ്ണ് വിട്ടുതരാൻ സ്പെയിൻ തയ്യാറല്ല. ഇവിടെയാണ് യൂറോപ്പിന്റെ വിരോധാഭാസവും ഇരട്ടത്താപ്പും ഒക്കെ പുറത്തു വരുന്നത്. മൊറോക്കോയിൽ നിന്ന് അതിർത്തി കടന്ന് സെയൂട്ടയിലേക്ക് 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അതിനെ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായി തെറ്റാണല്ലോ. കാരണം എന്താണെന്നറിയോ? സ്വന്തം വൻകരയിലെ ഒരു നഗരത്തിലേക്ക് ജനങ്ങൾ നടന്നു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാന പണി എന്താണെന്നറിയാവോ? മറ്റുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ പ്രസ് മീറ്റ് വിളിച്ച് മനുഷ്യാവകാശം എന്നൊക്കെ വിളിച്ചു കൂവി അഭയാർത്ഥി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകും. ഇത് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ആണ് സംഭവിക്കുന്നത് എങ്കിൽ പിന്നെ പറയേ വേണ്ട, യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇവിടെ വന്ന് വലിയ മനുഷ്യാവകാശ ക്ലാസ് എടുക്കും, അല്ലേ? അതാണ് സാധാരണ നടക്കാറുള്ളത്. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ എന്തായി? മൊറോക്കോയിൽ നിന്നും 60,000-ലധികം ആളുകൾ സെയൂട്ട അതിർത്തിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഈ സ്പെയിൻ എന്താ ചെയ്തത്? തങ്ങളുടെ സൈന്യത്തെയും ആർമിയെയും അതിർത്തിയിൽ നിർത്തി. തോക്കും ലാത്തിയും കപ്പലുകളും ഉപയോഗിച്ച് ക്രൂരമായി ആ പാവങ്ങളെ തടഞ്ഞു നിർത്തി. എവിടെ പോയി ഇപ്പൊ ഇവരുടെ മനുഷ്യാവകാശമൊക്കെ? എവിടെ പോയി അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ? ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അന്താരാഷ്ട്ര വേദിയിൽ പിന്തുണ പ്രഖ്യാപിച്ച് വലിയ നന്മമരമാകുന്ന അതേ സ്പെയിൻ മൊറോക്കോയുടെ സ്വന്തം ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മാന്യമായി വിട്ടുപോകുമോ? ഇല്ല. അതാണ് യൂറോപ്യൻ ഇരട്ടത്താപ്പിന്റെ ശുദ്ധമായിട്ടുള്ള ഉദാഹരണം. ഇനി ഇതിന് പിന്നിലെ യഥാർത്ഥ ജിയോ പൊളിറ്റിക്സ് കേൾക്കുമ്പോഴാണ് ചിത്രം പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത്.
ഇതിനു പിന്നിൽ ശരിക്കും ആരാണ് പ്രവർത്തിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഈ അഭയാർത്ഥി പ്രവാഹത്തിനും സ്പെയിനിന്റെ ഈ അവസ്ഥയ്ക്കും പിന്നിൽ ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ വളരെ വ്യക്തമാണ്. ഒന്നാമത്, ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെ ചൊറിഞ്ഞ സ്പെയിൻ. അടുത്തിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനും ഇസ്രായേലിന്റെ നയങ്ങളെ ശക്തമായി വിമർശിക്കാനും സ്പെയിൻ മുന്നിൽ തന്നെ നിന്നിരുന്നു. ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിഞ്ഞ് തിരിച്ച് പണി വരുമെന്ന് ഉറപ്പാണല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതുപോലെ 2020 വിപ്ലവകരമായിട്ടുള്ള അബ്രഹാം കരാറുകളുടെ ഭാഗമായി മൊറോക്കോയും ഇസ്രായേലും തമ്മിൽ നയതന്ത്രപരമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതാണ്. അതോടെ മൊറോക്കോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും അടുത്ത തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളികളായി മാറി. തീർന്നില്ല, ഇനിയും കാരണങ്ങളുണ്ട്. ഇസ്രയേൽ അനുകൂല തിങ്ക് ടാങ്കുകളും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും ഈ വർഷം ആദ്യം ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. സ്പെയിനെ സമ്മർദ്ദത്തിലാക്കാൻ സെയൂട്ടയിലും മെലില്ലയിലും മൊറോക്കോയുടെ അവകാശവാദത്തെ അമേരിക്കയും ഇസ്രയേലും പിന്തുണയ്ക്കണം എന്നായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വാദം. അത്രയോ അല്ല, 1975 മൊറോക്കോ നടത്തിയ പ്രശസ്തമായ ഗ്രീൻ മാർച്ച് മാതൃകയിൽ യാതൊരു ആയുധവുമില്ലാതെ ബുൾഡോസറുകളും മൊറോക്കൻ പതാകകളുമായി ലക്ഷക്കണക്കിന് ആളുകൾ സെയൂട്ടയിലേക്ക് കടന്നു കയറാൻ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഇസ്രയേൽ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും എന്തോ ആവട്ടെ, കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് യൂറോപ്പിന്റെ മുഖം മൂടി പൂർണ്ണമായും വലിച്ചു കീറുന്ന അവസ്ഥയിലേക്കാണ്. ലോകം മുഴുവൻ കോളനികളാക്കി മാറ്റി, കോടിക്കണക്കിന് മനുഷ്യന്മാരെ അടിമകളാക്കി, മറ്റുള്ളവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പടുത്തുയർത്തിയ പഴയ യൂറോപ്പ് ഇന്ന് സ്വന്തം അതിർത്തികൾ കാക്കാൻ പറ്റാതെ കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമല്ലാതെ വേറെ എന്താ തോന്നേണ്ടത്? ഇവറ്റകളുടെ ഈ നാടകം നമ്മൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയോ? എല്ലാ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും പോസ്റ്റുകൾക്ക് താഴെ പോയി ഈ 60,000 അഭയാർത്ഥികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പോസ്റ്റുകളിലിട്ട് സായിപ്പിനെ കൃത്യമായി നമ്മൾ മാന്തണം. തങ്ങൾ ലോകത്തിന് മുഴുവൻ നൽകിയ ഉപദേശങ്ങൾ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കാൻ അവരോട് ആദ്യം ആവശ്യപ്പെടണം. കൂടുതൽ ആളുകൾ അതിർത്തി കടന്ന് യൂറോപ്പിലേക്ക് എത്തട്ടെ, അവിടെ ഒരു സ്വർഗം പടുത്തുയർത്താൻ നമ്മളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സ്പെയിനിന്റെ ഈ അവസ്ഥയിലും യൂറോപ്പിന്റെ ഇരട്ടത്താപ്പിലും നിങ്ങളുടെ നിലപാട് തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.